നമസ്കാരം. നിങ്ങൾ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോ നേതാവോ മറ്റോ ആണെങ്കിൽ എത്രയും വേഗം ഈ പാർട്ടി വിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ഉപദേശം നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. രാഷ്ട്രീയ ഉപദേശവും കരിയർ ഗൈഡൻസും ഒന്നും പൊതുവെ നൽകാറില്ലെങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം നൽകാതിരിക്കാൻ വയ്യ. സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു വിലയുമില്ല. കോൺഗ്രസ്സുകാർക്ക് എന്ത് പറ്റിയാലും മാധ്യമങ്ങൾ പോയിട്ട് സമൂഹ മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്യില്ല. ആരും കവിതകൾ എഴുതുകയോ വേദനിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പാർട്ടി വിടുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത്. ഇനി ആ സാഹചര്യം എന്താണെന്ന് വിശദമായി തന്നെ പറയാം. വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ NM വിജയൻ ആത്മഹത്യ ചെയ്തു. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, അതായത് വയനാട് DCCയുടെ ട്രഷററായിരുന്നു അദ്ദേഹം. വിജയൻ മാത്രമല്ല ആത്മഹത്യ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകനും ഒപ്പം മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ഇരട്ട ആത്മഹത്യയാണ് നടന്നത്. സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും എല്ലാത്തിനുമപ്പുറം സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന ജില്ലയിലെ DCC ട്രഷററുമൊക്കെയായ ഒരു നേതാവ് മകനൊപ്പം ആത്മഹത്യ ചെയ്തിട്ട് പോലും വലിയ വാർത്തയായില്ല. വിജയന്റെ ആത്മഹത്യാ കുറിപ്പുകളിൽ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു. നിയമന കോഴ വാങ്ങാൻ ചുമതലപ്പെട്ട വിജയൻ അത് വാങ്ങുകയും അങ്ങനെ കടക്കണിയിലാവുകയും ചെയ്ത കഥയൊക്കെ ഉണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, അതുപോലെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരുടെയൊക്കെ പേരുകൾ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. എന്നിട്ടൊന്നും ഇത് ചാനലുകൾ ചർച്ച പോലും ചെയ്തില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കോൺഗ്രസ്സുകാർക്ക് ഇവിടെ യാതൊരു വിലയുമില്ലെന്ന്. സൈക്കിൾ ഇടിച്ച ഒരാൾ മരിച്ചാൽ പോലും ശവമടക്ക് വരെ തത്സമയം സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ ഒരു മുതിർന്ന നേതാവിന്റെയും മകന്റെയും ഇരട്ട ആത്മഹത്യക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. അഥവാ നിങ്ങളിൽ ആരെങ്കിലും ഇത് മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിലായിരിക്കും. വിജയനെയും മകനെയും ക്രിസ്തുമസിന്റെ തലേന്ന്, അതായത് 2024 ഡിസംബർ 24-നാണ് വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് ചികിത്സയിലിരിക്കെ 2 ദിവസങ്ങൾ കഴിഞ്ഞാണ് മരണപ്പെടുന്നത്. ക്രിസ്തുമസിന്റെ തലേന്ന് മുതലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ന്യൂ ഇയറും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ അറിയുന്നത് പോലും. കോൺഗ്രസുകാർക്ക് പൊതുസമൂഹം നൽകുന്ന വില ഇത്രയേ ഉള്ളൂ എന്നാലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. കണ്ണൂരിൽ ADM ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. മാധ്യമങ്ങളിലൊക്കെ തത്സമയ റിപ്പോർട്ടിംഗ് ആയിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. ജില്ലാ കളക്ടർ പോലും ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ സ്ഥാനം തെറിച്ചു. അവർ റിമാൻഡിലായി, ജയിലിലായി. ഇതെല്ലാം ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടന്ന സംഭവമാണ്. ഇവിടെ ഇരട്ട ആത്മഹത്യയും വ്യക്തമായ ഒരു ആത്മഹത്യാ കുറിപ്പും ഗൗരവകരമായ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു അന്വേഷണം പോലും കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്നറിയില്ല. ആർക്കും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇതിലൊരു വിഷമമോ ഇല്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസുകാർക്ക് കേരളീയ സമൂഹത്തിൽ തീരെ വിലയില്ല എന്ന് തന്നെയല്ലേ. സുൽത്താൻ ബത്തേരിയിലെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വലിയ കൈക്കൂലിയുടെ, വലിയ അഴിമതിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മൂത്തമകൻ വിജിത്തിനും ഒപ്പം KPCC പ്രസിഡന്റ് K സുധാകരനും എഴുതിയ 4 പേജുള്ള ആത്മഹത്യാ കുറിപ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. തന്റെ ജീവിതത്തിൽ ഏകദേശം 50 വർഷക്കാലം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച അദ്ദേഹം സങ്കീർണതകൾ ഉണ്ടായപ്പോൾ നേതൃത്വം അദ്ദേഹത്തെ ഉപേക്ഷിച്ചുവെന്നും കൃത്യമായി പറയുന്നുണ്ട്. സ്വന്തം നേതാക്കൾ പോലും കോൺഗ്രസുകാർക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആത്മഹത്യാക്കുറിപ്പിന് വ്യക്തത പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബം ശരിയല്ലെന്ന് KPCC അധ്യക്ഷൻ സുധാകരനുമൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വന്തം നേതാക്കൾക്ക് പോലും സാധാരണ കോൺഗ്രസുകാരെ ഇത്രയേ വിലയുള്ളൂ. പിന്നെ എങ്ങനെയാണ് പൊതുസമൂഹം നിങ്ങൾക്ക് വില തരിക എന്ന് ഓരോ കോൺഗ്രസുകാരനും സ്വയം ആലോചിച്ചാൽ മതി. പാർട്ടിക്കുള്ളിലെ അഴിമതിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുകൾ പുറത്തു വന്ന ദിവസം നമ്മുടെ പ്രധാന ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഇല്ലെങ്കിൽ ഞാൻ തന്നെ അത് വിശദീകരിച്ചു തരാം. ഒരു ചാനൽ ഡിസ്കഷന്റെ തലക്കെട്ട് CBI ഇല്ല ഇനി എന്നതായിരുന്നു. കണ്ണൂർ ADMന്റെ ആത്മഹത്യാ കേസിൽ CBI വരുമോ ഇല്ലയോ എന്നതായിരുന്നു വിഷയം. അടുത്ത ചാനലിൽ നമ്മുടെ അംബുക്കയുടെ സാക്ഷാൽ PV അൻവറിന്റെ അറസ്റ്റ് ആയിരുന്നു വിഷയം. തലക്കെട്ട് പോലീസ് നീക്കം പിഴച്ചോ. അടുത്ത ചാനലിലും അംബുക്ക തന്നെ, അൻവർ തീപ്പന്തമാകുമോ എന്നതായിരുന്നു വിഷയം. അൻവറിനെ പൂട്ടുമോ പിണറായി എന്ന് മറ്റൊരു ചാനൽ. ഇവരെല്ലാം ഒരു സാധാരണ കോൺഗ്രസ് നേതാവിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ കൊടുക്കുന്ന ഒരു വില ഒന്ന് നോക്കൂ. നിങ്ങളുടെ അവസ്ഥയിൽ ഞാനും ദുഃഖിക്കുന്നു.
ആത്മഹത്യ ചെയ്ത വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പുമായി തന്നെ കാണാൻ വന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്താണ് എന്ന് ഒന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണ രൂപം പിടികിട്ടും. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ. നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു 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 ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പം അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും വരും. എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള. അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു VD സതീശൻ എന്ന് എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്, വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ മഷി ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല. അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയാവാം. എനിക്ക് കുഴപ്പമില്ല. KPCC പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ച് എനിക്കെന്താ അതിൻ്റെ അകത്ത് പ്രശ്നം, എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചതാണല്ലോ ആ കത്ത്. ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതായത് കോൺഗ്രസുകാർ എത്രയും വേഗം പാർട്ടി വിടുന്നതാണ് നല്ലത്. അങ്ങനെയല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് വീണാൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ല. വിജയന്റെ മരണത്തിൽ കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് തന്നെ കരുതാം. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. വാർത്താനെക്സിന്റെ വീഡിയോകൾ യഥാസമയം നിങ്ങളിലേക്കെത്താനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.